മാടായിപ്പാറയിൽ കൈയോടെ പിടിക്കപ്പെട്ട സി ദാവൂദിന്റെ ജമായത്തെ കർസേവ. എല്ലാ പ്രേക്ഷകർക്കും ന്യൂസ് ബുള്ളറ്റ് കേരളയിലേക്ക് വീണ്ടും സ്വാഗതം. പച്ചക്കള്ളം പറഞ്ഞ് വംശീയ വിഷം തുപ്പാൻ മീഡിയ വൺ ചാനലിലെ സി ദാവൂദിനോളം മിടുക്കുള്ള ഒരു ജമായത്തെ ഇസ്ലാമിക്കാരനുണ്ടെന്ന് തോന്നുന്നില്ല. നമുക്ക് ആ കള്ളം ഒന്ന് കാണാം, കേൾക്കാം. ക്ഷേത്രഭൂമിയിൽ പ്രകടനം നടത്തി. ഒന്ന് ആലോചിച്ചു, ഇവർ ഈ പിണറായി വിജയന്റെ പോലീസ് നയങ്ങളെ, ഈ സംഘപരിവാർ നയങ്ങളെ ന്യായീകരിക്കാൻ വേണ്ടി എന്തുമാത്രം അപകടകരമായിട്ടുള്ള കളിയാണ് കളിക്കുന്നത്. ഒരൊറ്റ ദിവസം കൊണ്ട് ഒരു ഇടതുപക്ഷ കർസേവ നടന്നിരിക്കുകയാണ്. ഒറ്റ ദിവസം കൊണ്ട് ഒരു ഇടതുപക്ഷ കർസേവ നടന്നത്രേ. ആ പ്രയോഗം നോക്കൂ, ഇടതുപക്ഷ കർസേവ. ബാക്കി കൂടി കാണാം. കണ്ണൂർ ജില്ലയിൽ മാടായിൽ സാമാന്യമായിട്ട് ആളുകൾ വൈകുന്നേരം പോയിരിക്കുന്ന ഒരു ഒഴിഞ്ഞ സ്ഥലം, കാറ്റുകൊള്ളാൻ പോയിരിക്കുന്ന സ്ഥലം, ഒരു റിക്രിയേഷൻ സെന്റർ ഒരൊറ്റ ദിവസം കൊണ്ട് പവിത്ര ക്ഷേത്രഭൂമിയായി മാറിയിരിക്കുകയാണ്. ഇടതുപക്ഷ ബുദ്ധിജീവികളെല്ലാം കൂടി ഒറ്റ ദിവസം കൊണ്ട് മാടായിപ്പാറയെ ക്ഷേത്രഭൂമിയാക്കിയത്രേ. ഒരൊറ്റ ദിവസം കൊണ്ട് മാടായിപ്പാറയെ കേരളത്തിലെ ഇടതുപക്ഷ ബുദ്ധിജീവികൾ ക്ഷേത്രഭൂമിയാക്കി മാറ്റിയിരിക്കും. ഇന്ത്യയിൽ RSSന് 100 കൊല്ലം കൊണ്ട് സാധിക്കാത്ത കാര്യമാണ് ഇത്രയും വലിയൊരു പ്രദേശം ഒരൊറ്റ ദിവസം കൊണ്ട് ക്ഷേത്രഭൂമിയാക്കുക. RSSന് 100 കൊല്ലം കൊണ്ട് അതിന് കഴിഞ്ഞില്ലത്രേ. വിഷയം അറിയാമല്ലോ. മാടായിപ്പാറയിൽ സെപ്റ്റംബർ 5-ന് ജമായത്തെ ഇസ്ലാമിയുടെ പോഷക കുഞ്ഞുങ്ങൾ ഒരു ഫലസ്തീൻ ഐക്യദാർഢ്യ പ്രകടനം നടത്തി. ആ പ്രകടനം നടന്ന സ്ഥലം ഒരു ക്ഷേത്രത്തിന്റെ അധീനതയിലുള്ള ഭൂമിയാണ്, ദേവസ്വം ഭൂമിയാണ് എന്നൊക്കെ പറഞ്ഞു പോയതാണ് സി ദാവൂദിനെ ഇങ്ങനെ ചൊടിപ്പിച്ചത്. പ്രേക്ഷകർ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത് ആ പ്രകടനം നടന്ന സ്ഥലം ഉൾപ്പെടുന്ന ഭൂമിക്ക് നികുതി അടച്ച രസീതാണ്. മാടായി വില്ലേജിൽ ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് 23-ന് ഒടുക്കിയ നികുതി 1,45,692 രൂപ. 9 സർവേ നമ്പറുകളിലായി 121.41 ഹെക്ടർ ഭൂമിയുടെ നികുതിയാണത്. അതായത് 300 ഏക്കർ. നികുതി ഒടുക്കിയത് മാടായി തിരുവർക്കാട്ടുകാവ് ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ. ഇപ്പോൾ നാം സ്ക്രീനിൽ കാണുന്നത് പ്രസ്തുത ഭൂമിയുടെ അടങ്ങൽ പകർപ്പാണ്. ചിറക്കൽ കോവിലകം ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസറുടെ അപേക്ഷ പ്രകാരം പയ്യന്നൂർ സബ് കോടതിയിൽ ഹാജരാക്കാൻ 2017 ഡിസംബറിൽ മാടായി വില്ലേജ് ഓഫീസർ നൽകിയതാണ് ഈ രേഖ. ഇതിൽ ഭൂമിയുടെ രജിസ്റ്റർ ചെയ്യപ്പെട്ട ഉടമയുടെ പേര് കാണാം. തിരുവാർക്കാട് കാവിൽ ദേവസ്വം ഉടമ ചിറക്കൽ കോവിലകത്ത് വലിയ രാജാവ്. ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ നികുതി അടയ്ക്കുന്ന അടങ്ങൽ പകർപ്പിൽ ദേവസ്വം ഉടമയുടെ പേരിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഭൂമിയെ ദേവസ്വം ഭൂമി എന്നല്ലേ ദാവൂദ് സാഹിബെ വിശേഷിപ്പിക്കേണ്ടത്? ക്ഷേത്രത്തിന്റെ അധീനതയിലുള്ള സ്വത്ത് തന്നെയല്ലേ അത്? ഇനി നാം കാണുന്നത് ഈ പ്രകടനത്തിനെതിരെ ക്ഷേത്ര ഗ്രൂപ്പ് മാനേജർ പഴയങ്ങാടി പോലീസിന് നൽകിയ പരാതിയുടെ പകർപ്പാണ്. അതിലെ ആദ്യ വരി ഇങ്ങനെയാണ്: മാടായിപ്പാറ എന്നറിയപ്പെടുന്ന കുന്നിൻ മുകളിലെ സ്വത്തുക്കൾ മാടായി ശ്രീ തിരുവാർക്കാട്ടുകാവ് ഭഗവതി ക്ഷേത്രം വകയാണ്. ഈ ഭൂസ്വത്തുക്കൾ ദേവസ്വം നികുതി അടച്ച് കൈവശം വെച്ചു വരുന്നതാണ്. ഇങ്ങനെയാണ് ആ പരാതി തുടങ്ങുന്നത്. മാടായി ശ്രീ തിരുവാർക്കാട്ടുകാവ് ഭഗവതി ക്ഷേത്രം ഗ്രൂപ്പിന്റെ ഈ അവകാശവാദം തെറ്റാണെന്ന് സ്ഥാപിക്കാനുള്ള എന്തെങ്കിലും തെളിവ് സി ദാവൂദിന്റെ കൈവശമുണ്ടോ? ഔട്ട് ഓഫ് ഫോക്കസിൽ അത് ഹാജരാക്കിയിട്ടുണ്ടോ? മീഡിയ വണ്ണിലോ മാധ്യമം പത്രത്തിലോ അത് ഹാജരാക്കിയിട്ടുണ്ടോ? ഇല്ല. പ്രതിവർഷം ഏതാണ്ട് 1.5 ലക്ഷം രൂപയാണ് ഈ ഭൂമിക്ക് ക്ഷേത്രം ഉടമകൾ നികുതി അടയ്ക്കുന്നത്. ആ വരുമാനം ക്ഷേത്ര വിശ്വാസികളിൽ നിന്ന് ലഭിക്കുന്നതാണ്. അവർ ഇത്രയും വലിയൊരു തുക നികുതി ഒടുക്കി ഭൂമി കൈവശം വെച്ച് തുടങ്ങിയത് ഇന്നും ഇന്നലെയും ഒന്നുമല്ല. എന്ന് വെച്ചാൽ സി ദാവൂദ് നേരത്തെ പറഞ്ഞതുപോലെ ഇടതുപക്ഷം ഒറ്റ ദിവസം കൊണ്ട് കർസേവ നടത്തി മാടായിപ്പാറ ക്ഷേത്രഭൂമിയാക്കിയതല്ല. റവന്യൂ രേഖകൾ പ്രകാരം അത് പണ്ടേക്ക് പണ്ടേ ക്ഷേത്രഭൂമിയാണ്. അപ്പോൾ കാര്യം കൂടുതൽ വ്യക്തമാണ്. ക്ഷേത്രം വക ഭൂമിയിലാണ് ഹുക്കുമത്തെ ഇലാഹി സ്ഥാപിക്കാൻ നടക്കുന്ന മൗദൂദി സംഘടന ഉടമകളുടെ അനുമതിയില്ലാതെ കടന്നുകയറി രാഷ്ട്രീയ പ്രചരണം നടത്തിയത്. അവർ നീട്ടിപ്പിടിച്ച ബാനറിലെ മുദ്രാവാക്യം നോക്കൂ: ഇറ്റ് ഇസ് ജിഹാദ്, വിക്ടറി ഓർ മാർട്ടിഡം. ഇത് ജിഹാദാണ് എന്ന ബാനറും പിടിച്ച് ക്ഷേത്രത്തിന്റെ അധീനതയിലുള്ള ഭൂമിയിൽ ജമായത്തെ ഇസ്ലാമിക്കാർ നടത്തുന്ന ജാഥയുടെ ലക്ഷ്യം സമൂഹത്തിൽ സ്പർദ്ധയുണ്ടാക്കുക എന്നത് തന്നെയാണ്. അതിൽ ആർക്കാണ് തർക്കം? അതറിയാവുന്നത് കൊണ്ടാണ് പോലീസ് FIR-ൽ ആ പ്രയോഗം കടന്നു വന്നത്. സമൂഹത്തിൽ സ്പർദ്ധയുണ്ടാക്കുക എന്ന ഉദ്ദേശത്തോടെ. ഇപ്പോൾ ഏതാണ്ട് കാര്യം വ്യക്തമായില്ലേ? ഈ ഭൂമി ക്ഷേത്രഭൂമിയാണ് എന്ന വസ്തുത പറയുമ്പോൾ അരിശം മൂത്ത് പിച്ചും പേയും പറയുന്ന സി ദാവൂദിൽ നിന്ന് പുറത്തു ചാടുന്നതും അതേ വംശീയ സ്പർദ്ധയും അസഹിഷ്ണുതയും തന്നെയാണ്. അല്ലെങ്കിൽ പ്രകടനം നടന്നത് ക്ഷേത്രഭൂമിയിലാണ് എന്ന വസ്തുത എന്തിന് അദ്ദേഹത്തെ പൊള്ളിക്കണം? അത് പറയുമ്പോൾ അദ്ദേഹം എന്തിനും ബേജാറാകണം? ദാവൂദിന്റെ ആ ഡയലോഗ് നമുക്ക് ഒന്നുകൂടി കേട്ടാലോ? ഒരൊറ്റ ദിവസം കൊണ്ട് പവിത്ര ക്ഷേത്രഭൂമിയായി മാറിയിരിക്കാം. ആ പവിത്രമായ ക്ഷേത്രഭൂമി എന്ന് പറയുമ്പോഴുള്ള പരിഹാസം നോക്കൂ. അദ്ദേഹത്തിന്റെ നാവിൽ ആ പ്രയോഗം എങ്ങനെ വന്നു? ജമായത്തെ സംഘടനയുടെ പ്രകടനം നടന്നത് ക്ഷേത്രത്തിന്റെ അധീനതയിൽ ഉള്ള ഭൂമിയിലാണെന്നും ദേവസ്വം ഭൂമിയിലാണെന്നും ഒക്കെ വാദങ്ങൾ ഉയർത്തിയിട്ടുണ്ട്. പക്ഷെ ഈ പവിത്ര ക്ഷേത്രഭൂമി എന്ന പ്രയോഗം ഒരു ഇടത് പ്രവർത്തകനും ബുദ്ധിജീവിയും നടത്തിയിട്ടേയില്ല. അല്ലെങ്കിൽ ആരാണ് അങ്ങനെ പറഞ്ഞത് എന്ന് സി ദാവൂദ് പറയണം.
ഇടതുപക്ഷത്തു നിന്ന് ഏതായാലും അങ്ങനെ ഒരു പ്രയോഗം ആരും നടത്തിയിട്ടേയില്ല. ഇനി ഇടതുപക്ഷക്കാരല്ലാത്ത ആരെങ്കിലും പവിത്രമായ ക്ഷേത്രഭൂമി എന്ന് ഉച്ചരിച്ചെന്നിരിക്കട്ടെ, അതെങ്ങനെയാണ് ഒരു ജമായത്തെ ഇസ്ലാമിക്കാരന് പരിഹസിക്കാനും പുച്ഛിക്കാനുമുള്ള ഒരു പ്രയോഗമായി മാറുന്നത്? ഇതൊക്കെ ഓരോരുത്തരുടെയും വിശ്വാസവും നിലപാടുമല്ലേ ദാവൂദ് സാഹിബെ? ആരും നടത്താത്ത ഇതുപോലൊരു പ്രയോഗത്തെ വിളിച്ചു വരുത്തി പരിഹസിക്കണമെങ്കിൽ സി ദാവൂദിന്റെ നാവിൽ പുളയ്ക്കുന്നത് എത്ര കോടി വംശീയ പുഴുക്കളായിരിക്കണം? ഇപ്പോൾ ഒരു കാര്യം നമുക്കെല്ലാം അവിതർക്കിതമായി ബോധ്യമായി. ആ പ്രകടനം നടന്നത് ക്ഷേത്ര ഉടമസ്ഥതയിലുള്ള ഭൂമിയാണ്. ഇനി അതിന്മേൽ തർക്കിച്ചിട്ട് കാര്യമില്ല. അങ്ങനെ ഒരു സ്ഥലം രാഷ്ട്രീയ പ്രചരണത്തിന് ഉപയോഗിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ആദ്യം എന്താണ് ചെയ്യേണ്ടത്? ആ സ്ഥലം ഉടമകളോട് അനുവാദം വാങ്ങണം. സാമാന്യ മര്യാദയുള്ളവർ അങ്ങനെയാണ് ചെയ്യുക. അവർ നിരസിച്ചാൽ ആ പരിപാടി ഒഴിവാക്കണം. CPM ആയാലും BJP ആയാലും ജമായത്തെ ഇസ്ലാമിക്കാരനായാലും അതേ ചെയ്യാവൂ. പ്രകടനത്തിനും പ്രതിഷേധത്തിനും പൊതുനിരത്ത് ഉപയോഗിക്കുന്നത് പോലെ അല്ല സ്വകാര്യ ഉടമസ്ഥതയിലുള്ള സ്ഥലത്ത് അത് ചെയ്യാനിറങ്ങുന്നത്. ഈ പ്രകടനം നടത്തിയവർ ചെയ്തത് വിവേകശൂന്യമായ ഒരു പ്രവൃത്തിയാണ്. അത് അവിവേകമാകുന്നത് പ്രകടനം നടന്നത് തിരുവോണ ദിവസമായതുകൊണ്ടോ ഉയർന്നത് പലസ്തീൻ അനുകൂല മുദ്രാവാക്യങ്ങളായതുകൊണ്ടോ അല്ല, മറിച്ച് വേറൊരാളുടെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്ത് അവരുടെ അനുമതിയില്ലാതെ അവർക്ക് യോജിപ്പില്ലാത്തൊരു കടന്നുകയറ്റം നടത്തിയതാണ്. അത് ചെയ്തത് ജമായത്തെ ഇസ്ലാമിയുടെ പോഷക സംഘടന ആയതാണ് ഇവിടെ പ്രശ്നം. തൊട്ടടുത്തുള്ള പൊതുനിരത്ത് തിരഞ്ഞെടുക്കാതെ ഒരു സ്വകാര്യ ഭൂമിയിൽ, അതും ഒരു ക്ഷേത്രം വക ഭൂമിയിൽ, അതിന്റെ ഉടമകളുടെ അനുമതിയില്ലാതെ തന്നിഷ്ടം കാണിക്കുകയാണ് ഗേൾസ് ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ പ്രവർത്തകർ ചെയ്തത്. അത് ഒരു വിവാദമാകുമ്പോൾ വിവേകമുള്ള ആളുകൾ എന്താണ് ചെയ്യേണ്ടത്? ആ കുട്ടികൾ അത് അറിവില്ലാതെ ചെയ്തു പോയതാണെങ്കിൽ അത് ഏറ്റുപറഞ്ഞ് ഇനി അത് ആവർത്തിക്കരുത് എന്ന കുട്ടികളെ വിലക്കണം. സമൂഹത്തിൽ സമാധാനം ആഗ്രഹിക്കുന്ന ആരും അതേ ചെയ്യൂ. പക്ഷെ ദാവൂദിന്റെയും ഒപ്പം വിഷം കലക്കുന്നവരുടെയും വഴി വേറെയാണ്. ഫലസ്തീൻ ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാൻ പൊതുനിരത്തുകളും പൊതുമൈതാനങ്ങളും യഥേഷ്ടമുണ്ടെന്നിരിക്കെ അവിടെയൊക്കെ പല സംഘടനകളും ഒരു പ്രശ്നവുമില്ലാതെ ഈ ഐക്യദാർഢ്യം നിരന്തരമായി പ്രകടിപ്പിക്കുന്നുണ്ട് എന്നിരിക്കെ ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തവർക്ക്, അല്ലെങ്കിൽ അതിന് പിന്നിൽ ചരട് വലിച്ചവർക്ക് സതുദ്ദേശമല്ല എന്ന് വ്യക്തം. ക്ഷേത്രഭൂമിയിൽ ഒരു ഇസ്ലാമിക സംഘടന ജിഹാദ് ബാനറും പിടിച്ച് രാഷ്ട്രീയ പ്രചരണം നടത്താൻ ഇറങ്ങുന്നത് സംഘപരിവാറിന് കിട്ടുന്ന ലോട്ടറിയാണ് എന്നറിയാത്തവരായി ആരാണുള്ളത്? അത് അറിഞ്ഞും കൊണ്ട് തന്നെയാണ് ഈ നാടകത്തിന് ഇവരിറങ്ങിയത്. അവർ ലക്ഷ്യമിട്ടതുപോലെ തന്നെ കാര്യങ്ങൾ നടന്നു. സംഘപരിവാറിന് രാജ്യാന്തര തലത്തിൽ കേരളത്തിനെതിരെ വിദ്വേഷ പ്രചരണം നടത്താൻ ഒരു കാരണം കൂടി കിട്ടി. അതല്ലാതെ വേറെ എന്ത് നേട്ടമാണ് ജമായത്തെ ഇസ്ലാമി ഈ നാടകം കളിയിൽ നേടിയത്? ഒരു പ്രശ്നവും നിലവിലില്ലാത്ത, ഒരു സ്പർദ്ധയ്ക്കും ഇടമില്ലാതിരുന്ന മാടായിപ്പാറയിൽ പൊടുന്നനെ ഒരു പ്രശ്നം കുത്തിപ്പൊക്കിയത് കൊണ്ടാണ് ജമായത്തെ ഇസ്ലാമിയുടെ ഈ കളി അതിനീചമാകുന്നത്. ശൂന്യതയിൽ നിന്ന് അവർ സംഘപരിവാറിന് ഒരു ആയുധം നിർമ്മിച്ച് നൽകുകയാണ് ചെയ്തത്. ഇങ്ങനെ ഒരു പ്രശ്നം നടക്കുമ്പോൾ പരാതി ഉയർന്നാൽ സ്വാഭാവികമായും പോലീസ് കേസെടുക്കും. അത് പോലീസിന്റെ ഉത്തരവാദിത്വമാണ്. പോലീസ് ചുമത്തിയ വകുപ്പുകൾ എണ്ണി പറഞ്ഞാണ് പിണറായി വിജയന്റെ പോലീസ് ആകെ സംഘപരിവാറായി എന്ന് സി ദാവൂദ് ചാപ്പയടിക്കുന്നത്. റാലിയല്ല, ഒരു ചെറിയൊരു പ്രകടനം, വളരെ കുറച്ച് ആളുകൾ പങ്കെടുത്തൊരു പ്രകടനം. അതിനെതിരെ 189, 190, 191, 192 ഈ 4 വകുപ്പുകളിട്ട് കേസെടുക്കുന്നു. കലാപശ്രമമാണെന്ന് മനസ്സിലാക്കണം. കേസ് കലാപശ്രമമാണ്. ജമായത്തെ ഇസ്ലാമി നടത്തിയ ഈ പരിപാടിക്കെതിരെ കഴിഞ്ഞ 7-ാം തീയതി BJP അവിടെ ഒരു പ്രകടനം നടത്തിയിരുന്നു. ആ പ്രകടനത്തിൽ പങ്കെടുത്തവരുടെ പേരിലും പോലീസ് കേസുണ്ട്. ഒരു പരാതിയും ഇല്ലാതെ തന്നെ പോലീസ് കേസെടുത്തു. ആ FIR നോക്കൂ. 10 പേരുടെ പേരിലും കണ്ടാലറിയുന്ന 30 പേരുടെ പേരിലും കേസുണ്ട്. ഗേൾസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ പ്രവർത്തകർക്കെതിരെ ചുമത്തിയ അതേ വകുപ്പുകൾ BJP പ്രവർത്തകർക്കെതിരെയും ചുമത്തിയിട്ടുണ്ട്. നിയമവിരുദ്ധമായ സംഘം ചേരൽ, കലാപം, അതായത് റൈറ്റ്, ഈ വകുപ്പുകളൊക്കെ BJP പ്രവർത്തകരുടെ പേരിലും ചുമത്തിയിട്ടുണ്ട്. ജമായത്തെ ഇസ്ലാമി പ്രവർത്തകർക്കെതിരെ കേസെടുത്ത ഇതേ പോലീസ് സ്റ്റേഷനിലാണ് ഇതേ സ്റ്റേഷൻ ഹൗസ് ഇൻസ്പെക്ടറാണ്. BJPയും ജമായത്തെ സംഘടനയും ചെയ്തത് ഒരേ കാര്യം. ക്ഷേത്രഭൂമിയിൽ അനുമതിയില്ലാതെ പ്രകടനം നടത്തി. ഇരു കൂട്ടർക്കുമെതിരെ പോലീസ് കേസെടുത്തു. ഒരേ വകുപ്പുകൾ തന്നെ ചുമത്തി. ഗതാഗത തടസ്സമുണ്ടാക്കിയതിന് BJPക്കാരുടെ പേരിൽ വേറെയും ഒരു വകുപ്പ് ചാർത്തിയിട്ടുണ്ട്. ഈ പോലീസിനെയാണ് സി ദാവൂദ് വർഗീയ ചാപ്പ കുത്തുന്നത്. ഗേൾസ് ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ പ്രവർത്തകർ നടത്തിയ ആ പ്രവൃത്തിയെ വേണമെങ്കിൽ നമുക്ക് നിഷ്കളങ്കമെന്ന് വിശേഷിപ്പിക്കാം. ക്ഷേത്രഭൂമിയാണ് എന്നറിയാതെയാണ് ചെയ്തത് എന്ന് വസ്തുവിന്റെ ഉടമകളോട് ക്ഷമാപണം നടത്തിയാൽ ഒരുപക്ഷെ തീർന്നേക്കാവുന്നത്ര നിസ്സാരമായ പ്രശ്നമായും വേണമെങ്കിൽ നമുക്കിതിനെ വീക്ഷിക്കാം. പക്ഷെ സി ദാവൂദിന്റെ കയ്യിൽ പ്രശ്നം എത്തുന്നതോടെ കളി മാറുകയാണ്. ദാവൂദ് ഒരു മാധ്യമ പ്രവർത്തകനായിരുന്നുവെങ്കിൽ പ്രസ്തുത ഭൂമിയുടെ ഉടമസ്ഥതയുടെ സ്വഭാവം മനസ്സിലാക്കാൻ 2-3 ഫോൺ കോൾ മതി. പക്ഷേ ഒരു വർഗീയവാദിക്ക് വിഷം തുപ്പാൻ ഏറ്റവും തടസ്സം വസ്തുതയാണ്. വസ്തുത പ്രചരിപ്പിച്ച് ഒരിക്കലും വംശീയ സംഘർഷം ഉണ്ടാക്കാൻ കഴിയില്ല. അത് ജമായത്തെ ഇസ്ലാമി ആയാലും സംഘപരിവാർ ആയാലും.
മാടായിത്തറയിൽ ജമാഅത്തെ ഇസ്ലാമിക്കാർ ജിഹാദ് ബാനറും പിടിച്ച് ജാഥ നടത്തിയത് തിരുവർക്കാട്ടുകാവ് ക്ഷേത്രം വക ഭൂമിയിലാണ് എന്ന വസ്തുത പറഞ്ഞ് സി ദാവൂദ് എങ്ങനെ പോലീസിനും സർക്കാരിനും സംഘിച്ചാപ്പയടിക്കും? ആ വസ്തുത മറച്ചുവെച്ചെങ്കിൽ മാത്രമേ ദാവൂദിന് ഈ ചാപ്പ പ്രയോഗിക്കാൻ പറ്റൂ. എന്ന് വെച്ചാൽ വ്യവസ്ഥാപിതമായ രീതിയിൽ മാധ്യമ പ്രവർത്തനം നടത്താനല്ല സി ദാവൂദിനെ ജമാഅത്തെ ഇസ്ലാമി മീഡിയ വണ്ണിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. പച്ച കള്ളം പറഞ്ഞ് സമൂഹത്തിൽ വംശീയ വിദ്വേഷം പടർത്താനാണ് മാടായിപ്പാറയിൽ ആ അജണ്ട ഒരിക്കൽ കൂടി കയ്യോടെ പിടിക്കപ്പെട്ടു എന്ന് മാത്രം. പ്രിയരെ, സബ്സ്ക്രിപ്ഷൻ വളരെ കുറവാണ്, സാമ്പത്തിക ശേഷിയും. നിങ്ങൾ സഹായിച്ചല്ലാതെ ഈ രണ്ട് പ്രതിസന്ധിയും ഞങ്ങൾക്ക് മറികടക്കാനാവില്ല. ഒന്നുകിൽ പൂട്ടുക, അല്ലെങ്കിൽ മഞ്ഞയാവുക എന്ന പ്രതിസന്ധിയെയാണ് ഞങ്ങൾ അഭിമുഖീകരിക്കുന്നത്. രണ്ടാമത്തെ വഴി സ്വീകരിക്കാൻ ഏതായാലും ഒരു നിർവാഹവുമില്ല. അതുകൊണ്ട് ഞങ്ങളെ നിലനിർത്താൻ കഴിയാവുന്നത്ര സഹായം ചെയ്യണം എന്ന് വളരെ വിനയത്തോടെ അഭ്യർത്ഥിക്കുകയാണ്. സംഭാവനകൾ biju.3388@federal എന്ന UPI വിലാസത്തിലേക്കോ ഈ QR കോഡ് സ്കാൻ ചെയ്തോ അയയ്ക്കുക. ഞങ്ങളെ സഹായിക്കാൻ താല്പര്യവും ശേഷിയുമുള്ളവർ നിങ്ങളുടെ സുഹൃത്ത് വലയത്തിൽ ഉണ്ടെങ്കിൽ അവരെയും ഈ ചാനൽ പരിചയപ്പെടുത്തുക. അവരോടും സഹായാഭ്യർത്ഥന നടത്തുക. നിങ്ങൾ ഈ ചാനൽ നിലനിർത്തുമെന്ന പ്രതീക്ഷയോടെ നന്ദി. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നല്ല നമസ്കാരം.